ഹായ് വെൽക്കം ടു PSC എക്സാം എക്സ്പ്രസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2023 നടന്ന കമ്പനി ബോർഡ് മെയിൻസ് പരീക്ഷയുടെ ആദ്യത്തെ 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് പഠിച്ചത്. ആ ക്ലാസ്സിൻ്റെ തുടർച്ചയാണിത്. ആ ക്ലാസ് കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സുകളും കണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ തുടർന്ന് വരുന്ന ക്ലാസ്സുകളൊക്കെ കൃത്യമായി കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നമ്മൾ അതേ ചോദ്യ പേപ്പറിൽ തന്നെ അടുത്ത 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് നേടാം. നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. എ പ്രേമാശ്രമം, ബി എൻ്റെ ഗുരുനാഥൻ, സി ബാപ്പുജി, ഡി ഇന്ത്യയുടെ കരച്ചിൽ. ഇതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രേമാശ്രമമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ പ്രേമാശ്രമമാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത്. ബാക്കിയെല്ലാം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടുന്നവയാണ്. നമുക്കിവിടെ കുറച്ച് കഥാപാത്രങ്ങളും കൃതികളും രചയിതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ബൈറാം ഖാൻ. ബൈറാം ഖാൻ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. കോവിലന്റെ തോറ്റങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഉണ്ണിമോൾ. ഉണ്ണിമോൾ കോവിലന്റെ തോറ്റങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ബഷീറിന്റെ മുച്ചൂട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്താപ്പ. മണ്ടൻ മുത്താപ്പ ബഷീറിന്റെ മുച്ചൂട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. CV രാമൻപിള്ളയുടെ ധർമ്മരാജയിലെ കഥാപാത്രമാണ് ത്രിപുര സുന്ദരി കുഞ്ഞമ്മ. ത്രിപുര സുന്ദരി കുഞ്ഞമ്മ CV രാമൻപിള്ളയുടെ ധർമ്മരാജയിലെ കഥാപാത്രം. K സുരേന്ദ്രന്റെ മായയിലെ കഥാപാത്രമാണ് ഡീസന്റ് അമ്മാവൻ. ഡീസന്റ് അമ്മാവൻ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. K സുരേന്ദ്രന്റെ മായയിലെ കഥാപാത്രമാണ് ഡീസന്റ് അമ്മാവൻ. CV രാമൻപിള്ളയുടെ കുറുപ്പില്ല കളരി എന്ന കൃതിയിലെ കഥാപാത്രം പഞ്ചാമൃത കൊച്ചമ്മ. പഞ്ചാമൃത കൊച്ചമ്മ CV രാമൻപിള്ളയുടെ കുറുപ്പില്ല കളരിയിലെ കഥാപാത്രം. ഒന്നുകൂടെ നോക്കാം. ബൈറാം ഖാൻ മാർത്താണ്ഡവർമ്മ CV രാമൻപിള്ള, ഉണ്ണിമോൾ തോറ്റങ്ങൾ കോവിലൻ, മണ്ടൻ മുത്താപ്പ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ ബഷീർ, ത്രിപുര സുന്ദരി കുഞ്ഞമ്മ ധർമ്മരാജ CV രാമൻപിള്ള, ഡീസന്റ് അമ്മാവൻ മായ K സുരേന്ദ്രൻ, പഞ്ചാമൃത കൊച്ചമ്മ കുറുപ്പില്ല കളരി CV രാമൻപിള്ള. അപ്പോൾ ഈ കഥാപാത്രങ്ങളും കൃതിയും രചയിതാക്കളും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 22ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് എ അരുണ അസഫ് അലി, ബി AV കുട്ടിമാളു അമ്മ, സി ക്യാപ്റ്റൻ ലക്ഷ്മി, ഡി സരോജിനി നായിഡു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അരുണ അസഫ് അലിയാണ് ശരിയായ ഉത്തരം. നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ച് ചില ഫാക്ട്സ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാകുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപം നൽകിയ വ്യക്തിയാണ് യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപം നൽകിയ വ്യക്തി. മുംബൈയിൽ മേയറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് യൂസഫ് മെഹർ അലി. അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ആണ്, ട്രേഡ് യൂണിയനിസ്റ്റും ഒക്കെയാണ് നമ്മുടെ യൂസഫ് മെഹർ അലി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. അപ്പോൾ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നുണ്ടായതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയ വ്യക്തി യൂസഫ് മെഹർ അലിയാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു 1942 ഓഗസ്റ്റ് മാസം 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്.
കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്, കേരളത്തിലും ക്വിറ്റ് ഇന്ത്യ സമരങ്ങൾ ഉണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ ഡോക്ടർ കെ.ബി. മേനോനാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈ ഡോക്ടർ കെ.ബി. മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ കെ.ബി. മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഓഗസ്റ്റ് വിപ്ലവം, ഓഗസ്റ്റ് ക്രാന്തി എന്ന പേരിലൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്നു. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഓഗസ്റ്റ് വിപ്ലവം, അതുപോലെ തന്നെ ഓഗസ്റ്റ് ക്രാന്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്, എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജയപ്രകാശ് നാരായണനെയാണ്. അതൊന്നും മാറാതെ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക അരുണ അസഫ് അലി. ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്ന ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച് കരോ യാ മരോ, അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രസിദ്ധമായൊരു ആഹ്വാനമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, കരോ യാ മരോ. ഇതെവിടെ വെച്ചിട്ടാണ്? ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്ന ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ഈ ആഹ്വാനം നടത്തുന്നത്. 1887 ശേഷം നടക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രക്ഷോഭം എന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ലിൻ ലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാരുകൾ നിലവിൽ വന്ന സ്ഥലങ്ങളാണ്: 1 ബംഗാളിലെ താമ്രലിപ്ത ജതിയ സർക്കാർ, 2 ഗുജറാത്തിലെ സത്താര സർക്കാർ, 3 യു.പിയിലെ ബല്ലിയ സർക്കാർ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാരുകൾ നിലവിൽ വന്നിരുന്നു. 3 സ്ഥലങ്ങളിലാണ് വന്നത്. 1 ബംഗാളിലെ താമ്രലിപ്ത ജതിയ സർക്കാർ, 2 ഗുജറാത്തിലെ സത്താര സർക്കാർ, 3 യു.പിയിലെ ബല്ലിയ സർക്കാർ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 23ാമത്തെ ചോദ്യം നോക്കാം. ഈ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്, ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ സി ആനി ബസന്റ്, ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായി. ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പണ്ഡിത രമാഭായി ആണ് ശരിയായ ഉത്തരം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പണ്ഡിത രമാഭായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്. കൽക്കട്ട സർവകലാശാലയാണ് പണ്ഡിത രമാഭായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത്. ഹൈ ക്ലാസ് ഹിന്ദു വുമൺ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിത രമാഭായിയാണ്. പണ്ഡിത രമാഭായിയുടെ ഒരു പുസ്തകമാണ് ഹൈ ക്ലാസ് ഹിന്ദു വുമൺ. വിധവകൾ, അനാഥർ, അന്ധർ തുടങ്ങിയവർക്ക് മുക്തി മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. അപ്പോൾ മുക്തി മിഷൻ പണ്ഡിത രമാഭായി. പൂനെയിൽ ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. ആര്യ മഹിളാ സമാജം സ്ഥാപിക്കപ്പെടുന്നത് പൂനെയിലാണ്, സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. അപ്പോൾ പണ്ഡിത രമാഭായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. അതുപോലെ വിധവകൾ, അനാഥർ, അന്ധർ തുടങ്ങിയവർക്ക് വേണ്ടി മുക്തി മിഷൻ എന്ന സംഘടനയെ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. അതുപോലെ തന്നെ ഹൈ ക്ലാസ് ഹിന്ദു വുമൺ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിത രമാഭായിയാണ്. പണ്ഡിത രമാഭായിക്ക് പണ്ഡിത പേരിന് മുന്നിലുള്ള പണ്ഡിത് എന്ന ബഹുമതി ലഭിക്കുന്നത് കൽക്കട്ട സർവകലാശാലയിൽ നിന്നാണ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. പീയൂഷ് ഗോയൽ, ഓപ്ഷൻ എ പീയൂഷ് ഗോയൽ, ബി സ്മൃതി ഇറാനി, സി രാജ്കുമാർ സിംഗ്, ഡി ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. ആരാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ ആണ് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. ഇദ്ദേഹമാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. 25ാമത്തെ ചോദ്യം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് എന്നുള്ളതാണ്. 2023 ചോദ്യ പേപ്പറാണ് ഇത്. അതിൽ ക്യാൻസലായ ഒരു ചോദ്യമായിരുന്നു ഇത്. എന്നാൽ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കവിന്ദർ ഗുപ്തയാണ്. അത് ഈ ഓപ്ഷനിൽ ഒന്നുമില്ല. കവിന്ദർ ഗുപ്തയാണ് നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ. ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്തയാണ്. ഇദ്ദേഹമാണ് കവിന്ദർ ഗുപ്ത.
26-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങളേത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 1930, 31, 32 ഈ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു ആണ്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു വൈസ്രോയി. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ ആണ്. 1ഉം 2ഉം വട്ടമേശ സമ്മേളനങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് സർ CP രാമസ്വാമി അയ്യരാണ്. 1ഉം 2ഉം വട്ടമേശ സമ്മേളനങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധി സർ CP രാമസ്വാമി അയ്യരാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം 1930, 31, 32. 27-ാമത്തെ ചോദ്യം, റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണമായ സംഭവം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. എ ചൗരി ചൗര സംഭവം, ഓപ്ഷൻ ബി വാഗൺ ട്രാജഡി, ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഡി കീഴറിയൂർ ബോംബ് കേസ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ മൊണ്ടേഗു ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ലജ്ജാവകം, ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് കാമറൂൺ ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ആണ്. ഓക്കെ, റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ചത് 3 ദേശീയ നേതാക്കളായിരുന്നു. 1 മുഹമ്മദ് അലി ജിന്ന, 2 മദൻ മോഹൻ മാളവ്യ, 3 മസ്ഹർ ഉൽ ഹക്ക്. ഇവർ 3 പേരുമാണ് റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കൾ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13 നമ്മുടെ ചോദ്യം, റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 28-ാമത്തെ ചോദ്യം നോക്കാം. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ബന്ധമില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ വില്ലുവണ്ടി സമരം നയിച്ചു, ബി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു, സി ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വില്ലുവണ്ടി സമരം നയിച്ചു. നമുക്കറിയാം വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യൻകാളിയാണ്. അപ്പോൾ വില്ലുവണ്ടി സമരത്തെക്കുറിച്ച് നോക്കാം. അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893 1893 അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്നത്. എവിടെ നിന്ന്? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത്. വെങ്ങാനൂർ മുതൽ, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത്. വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് ശ്രദ്ധിക്കുക. വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് അയ്യാവഴി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ, വൈകുണ്ഠസ്വാമിയെക്കുറിച്ചുള്ള ചിത്രമാണ് അയ്യാവഴി. അത് അയ്യൻകാളിയെക്കുറിച്ചുള്ളതല്ല, ഓർക്കുക. അയ്യാവഴി വൈകുണ്ഠസ്വാമിയെക്കുറിച്ചുള്ള ചിത്രമാണ്. അതിന്റെ സംവിധായകൻ നാഞ്ചിൽ PC അൻപഴകൻ. നാഞ്ചിൽ PC അൻപഴകന്റെ ചിത്രം വൈകുണ്ഠസ്വാമിയെക്കുറിച്ചുള്ള അയ്യാവഴി എന്ന ചിത്രം അയ്യൻകാളിയെക്കുറിച്ചുള്ളതല്ല.
29ാമത്തെ ചോദ്യം, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ മൗലിക കർത്തവ്യങ്ങൾ, ഓപ്ഷൻ ബി മൗലിക കടമകൾ, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഡി ഇവയൊന്നുമല്ല. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, കണക്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ക്ഷേമരാഷ്ട്രം ലക്ഷ്യം വെച്ച് ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന ലക്ഷ്യങ്ങളാണ് ജനങ്ങളുടെ സംരക്ഷണവും സേവനവും. അതുപോലെ പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം. ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യം വെച്ച് ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ സംരക്ഷണവും സേവനവും, പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഇതൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശിക തത്വങ്ങളാണ്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശിക തത്വങ്ങളെയാണ്. അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം, അതുപോലെ രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോളനികളിലെ ഗവർണർമാർക്കായി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പുറപ്പെടുവിപ്പിച്ചതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം എന്നറിയപ്പെടുന്നു. രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നും മാർഗനിർദ്ദേശക തത്വങ്ങൾ അറിയപ്പെടുന്നുണ്ട്. 30ാമത്തെ ചോദ്യം നോക്കാം. കെ ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? അപ്പോൾ കെ ജിയുടെ നേതൃത്വത്തിലാണ് പട്ടിണി ജാഥ നടന്നത്. അത് എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ, ഓപ്ഷൻ ബി കണ്ണൂർ മുതൽ മദ്രാസ് വരെ, ഓപ്ഷൻ സി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് കെ ജിയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്നത്. പട്ടിണി ജാഥ നടന്ന വർഷം 1936ലാണ്. 1936ലാണ് കണ്ണൂർ മുതൽ മദ്രാസ് വരെ കെ ജിയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്നത്. കൂടുതൽ വിവരങ്ങൾ നോക്കാം. കെ ജിയുടെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്ന വർഷം 1936ആണ്. പട്ടിണി ജാഥ 1936, കണ്ണൂർ മുതൽ മദ്രാസ് വരെ. 1960 കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചതും ആരാണ്? കെ ജി തന്നെയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചു 1960. കെ ജിയുടെ നേതൃത്വത്തിൽ തിരുവണ്ണൂർ കോട്ടമിൽ സമരം നടന്ന വർഷമാണ് 1935. തിരുവണ്ണൂർ കോട്ടമിൽ സമരം നടക്കുന്നത് 1935 കെ ജിയുടെ നേതൃത്വത്തിൽ. ചരിത്ര പ്രസിദ്ധമായ ആലപ്പുഴ തൊഴിലാളി സമരത്തിന് നേതൃത്വം കൊടുത്തതും കെ ഗോപാലനാണ്. വർഷം 1938. അപ്പോൾ പട്ടിണി ജാഥ 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ. കർഷക ജാഥ 1960 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. തിരുവണ്ണൂർ കോട്ടമിൽ സമരം 1935. അതുപോലെ ആലപ്പുഴ തൊഴിലാളി സമരം 1938. അപ്പോൾ കെ ജിയുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങൾ കൂടെ പഠിച്ചു വയ്ക്കുക. 31ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 4 ഓപ്ഷനിൽ നിന്നും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം കണ്ടെത്തണം. ഓപ്ഷൻ എ മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം. ഓപ്ഷൻ ബി സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. ഓപ്ഷൻ സി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. ഓപ്ഷൻ ഡി അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ് ഈ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം. മറ്റ് ഫാക്ട്സ് നമുക്ക് നോക്കാം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 19(1), അതായത് അനുച്ഛേദം 19(1). 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 19.
അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദു ചെയ്യുന്നതിന് ആധാരമായ ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 358. അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദു ചെയ്യാൻ ആധാരമായ ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 358. 2022 പ്രത്യുൽപാദനം വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അനുച്ഛേദം 21 പ്രകാരം സ്ത്രീകളെ പ്രസവത്തിനായി നിർബന്ധിക്കാൻ പാടില്ല എന്നും ചൂണ്ടിക്കാട്ടിയത് ബോംബെ ഹൈക്കോടതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 2022 പ്രത്യുൽപാദനം വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അനുച്ഛേദം 21 പ്രകാരം സ്ത്രീകളെ പ്രസവത്തിനായി നിർബന്ധിക്കാൻ പാടില്ല എന്നും ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA ചേർന്ന മലയാളികൾ ആരൊക്കെ എന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ്: വക്കം അബ്ദുൽ ഖാദർ, 2 ക്യാപ്റ്റൻ ലക്ഷ്മി, 3 P കൃഷ്ണപിള്ള, 4 ജയപ്രകാശ് നാരായണൻ. ഇതിൽ ആരൊക്കെയാണ് INA ചേർന്ന മലയാളികൾ എന്ന് നോക്കാം. ഇതിൽ വക്കം അബ്ദുൽ ഖാദർ INA ചേർന്ന മലയാളിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയും INA ചേർന്ന മലയാളിയാണ്. അപ്പോൾ D ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 2ഉമാണ് ശരി. വക്കം അബ്ദുൽ ഖാദർ അതുപോലെ ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായിട്ട് INA ചേർന്ന മലയാളികൾ. എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി പ്രവാസി ഭാരതീയരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1942 ജപ്പാനിലെ ടോക്കിയോയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പുനരുജ്ജീവിപ്പിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആരൊക്കെയാണ്? പ്രവാസി ഭാരതീയരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1942 ജപ്പാനിലെ ടോക്കിയോയിൽ എന്ത് പുനരുജ്ജീവിപ്പിച്ചു? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പുനരുജ്ജീവിപ്പിച്ചു. അത് റാഷ് ബിഹാരി ബോസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. സിംഗപ്പൂർ കേന്ദ്രമായി അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ യുദ്ധ തടവുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1942 ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം നൽകിയത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ്. അപ്പോൾ 2 പോയിന്റിൽ ശ്രദ്ധിക്കുക. പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് 1942 ജപ്പാനിലെ ടോക്കിയോയിൽ പുനരുജ്ജീവിപ്പിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. സിംഗപ്പൂർ കേന്ദ്രമായിട്ട് അവിടെയുള്ള ഇന്ത്യൻ യുദ്ധ തടവുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1942 ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്തത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. 1943 ജൂലൈ മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, നമ്മൾ നേരത്തെ പഠിച്ച ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും ഇന്ത്യൻ നാഷണൽ ആർമിയും സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതാണ് INA, ഇന്ത്യൻ നാഷണൽ ആർമി. ഓക്കെ, ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രമാണവാക്യമാണ് ഐക്യം, വിശ്വാസം, ത്യാഗം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രമാണവാക്യം ഐക്യം, വിശ്വാസം, ത്യാഗം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പടയണി ഗാനമാണ് കദം കദം ബഡായേ ജാ, കദം കദം ബഡായേ ജാ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയത് രാം സിംഗ് താക്കൂറാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയത് രാം സിംഗ് താക്കൂറാണ്. അപ്പോൾ INA കുറിച്ച്, ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ച് ഇത്രയും വിവരങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 33ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? യോജിക്കാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A, ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. B, ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു. C, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. D, നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. ഇതിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനത്തോട് യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ B ആണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും
സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നുള്ളത് തെറ്റായ അല്ലെങ്കിൽ യോജിക്കാത്ത പ്രസ്താവനയാണ്. മറ്റു വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ രാജ്യസഭയും ലോക്സഭയും മാത്രമല്ല പ്രസിഡന്റും ചേർന്നതാണ്. രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നതാണ് പാർലമെന്റ്. പാർലമെന്റാണ് രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത്. ദ്വിമണ്ഡല സഭയെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ദ്വിമണ്ഡല സഭാ സംവിധാനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 6 ആണ്. 6 സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല സഭാ സംവിധാനമുള്ളത്. അത് ഏതൊക്കെയാണ്? കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, ബീഹാർ, അതുപോലെ ഉത്തർപ്രദേശ്. ഇത്രയും 6 പ്രദേശങ്ങളിലാണ് ദ്വിമണ്ഡല സഭയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഈ 6 പ്രദേശങ്ങളുമാണ്, ഈ 6 സംസ്ഥാനങ്ങളുമാണ്. ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിൽ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിനെയാണ്. അതിനെ വിധാൻ പരിഷത്ത് എന്ന് വിളിക്കുന്നു. ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിൽ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അതിനെ വിധാൻ സഭ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദ്വിമണ്ഡല സഭയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും കൂടെ ചേർന്നതാണ്. രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഉദ്ദേശം. 34ാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? നയി താലിം എന്നാൽ നൂതന വിദ്യാഭ്യാസം. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഇവയിൽ ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്. വിദ്യാഭ്യാസം 2. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. 3. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. 4. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. ഈ 4 പ്രസ്താവനകളിൽ നിന്നും നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ ബന്ധമില്ലാത്തത് ഒരേ ഒരു ഓപ്ഷനാണ്, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഒന്ന് മാത്രമാണ് ഇതിൽ ബന്ധമില്ലാതെ വരുന്നത്. എന്താണ് നയി താലിം എന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജി നയി താലിം വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ച വർഷമാണ് 1937. അപ്പോൾ 37ലാണ് നയി താലിം എന്ന് പറയുന്ന പദ്ധതി ഗാന്ധിജി ആവിഷ്കരിച്ചത്. ഉൽപാദനകരമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് നിർദ്ദേശിച്ച ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. അതായത് തൊഴിലധിഷ്ഠിതമായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് ഗാന്ധിജി നയി താലിം പദ്ധതിയിലൂടെ മുന്നോട്ട് വച്ചത്. 1937 നടന്ന INC സമ്മേളനത്തിൽ നയി താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സാക്കിർ ഹുസൈനാണ്. അപ്പോൾ 1937 INC സമ്മേളനത്തിൽ നയി താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ ആളുടെ പേരാണ് ഡോക്ടർ സാക്കിർ ഹുസൈൻ. അപ്പോൾ നയി താലിം പദ്ധതിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കൂടെ പഠിക്കുക. 35ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണോ എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന. ശരിയാണോ? അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അത് ശരിയാണ്. അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. ശരിയാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നു. നാലാമത്തെ പ്രസ്താവന, 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ശരിയാണ്. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇവിടെ 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. 2, 3, 4. മറ്റ് വസ്തുതകൾ കൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നാണ് ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത്. ലോ ഓഫ് ലാൻഡ് എന്നാണ് ഭരണഘടന അറിയപ്പെടുന്നത്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകളാണ്
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചു 3 വാക്കുകളെ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. 36ാമത്തെ ചോദ്യം നോക്കാം. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഇവയിൽ ചട്ടമ്പി സ്വാമിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. തെറ്റാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ചട്ടമ്പി സ്വാമി അല്ല. രണ്ടാമത്തെ പ്രസ്താവന, യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ശരിയാണ്. അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. മൂന്നാമത്തെ പ്രസ്താവന, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം. തെറ്റാണ്. തിരുവല്ലയിലെ ഇരവി പേരൂരിലല്ല അദ്ദേഹം ജനിക്കുന്നത്. കണ്ണമ്മൂല, തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്ന സ്ഥലമാണ് കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്ന സ്ഥലം കണ്ണമ്മൂലയാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ചട്ടമ്പി സ്വാമികൾ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചട്ടമ്പി സ്വാമി പറഞ്ഞതാണ്. എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ചട്ടമ്പി സ്വാമി പറഞ്ഞത്. ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതല്ല. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞ പ്രസ്താവനയാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഈ 2 കൃതികളും പ്രധാനമായും ഓർത്തു വയ്ക്കുക. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പഠിച്ചു വയ്ക്കുക. 37ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഓപ്ഷൻ എ കർണാടക, പഞ്ചാബ്, രാജസ്ഥാൻ. ബി ഛത്തീസ്ഗഡ്, ഒഡീഷ, ആസാം. സി ഹരിയാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്. ഡി ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നാണ്. പ്രധാന ചെമ്പ് ഖനന മേഖലകളും സംസ്ഥാനങ്ങളും നമുക്കൊന്ന് നോക്കാം. 1 ചിത്രദുർഗ് കർണാടകയിലാണ്. 2 അഗ്നികുണ്ഡല ആന്ധ്രാപ്രദേശിലാണ്. 3 മലഞ്ച്ഗഡ് മധ്യപ്രദേശിലാണ്. 4 സിംഗ്ഭം ജില്ല ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചെമ്പ് ഖനന മേഖലകളും സംസ്ഥാനങ്ങളും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 38ാമത്തെ ചോദ്യം നോക്കാം. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും. എന്താണ് ഈ മേഖലകളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രധാനമായും ഓർക്കുക, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ആ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള മേഖലയാണ് സേവന മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും വിതരണം ചെയ്യുന്നത് സേവന മേഖലയിലാണ്. അപ്പോൾ 3 മേഖലകളും ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, സേവന മേഖല. 39ാമത്തെ ചോദ്യം നോക്കാം. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക.
ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ പ്രസ്താവന, 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. 1 ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ്. ശരിയാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചതാണ് പ്രത്യേക സാമ്പത്തിക മേഖല. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. ഈ പ്രസ്താവന തീർത്തും തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. 1, 2 മാത്രം ശരി. വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ നിലവിൽ വന്ന വർഷം 2000 ആണ്. 2000-ലാണ് ഇന്ത്യയിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ നിലവിൽ വന്നത്. പാർലമെന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആക്ട് പാസാക്കിയ വർഷം 2005 ആണ്. എന്നാൽ ഇത് നിലവിൽ വന്ന വർഷമാണ് 2006. 2005-ൽ സ്പെഷ്യൽ എക്കണോമിക്സ് ആക്ട് പാസാക്കുന്നു. 2006-ൽ ഇത് നിലവിൽ വരുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകൾ 270 എണ്ണമാണ്. 270 എണ്ണം. അപ്പോൾ പ്രത്യേക സാമ്പത്തിക മേഖലകൾ നിലവിൽ വന്ന വർഷം 2000, പാർലമെന്റ് സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ ആക്ട് പാസാക്കിയ വർഷം 2005, അത് നിലവിൽ വന്ന വർഷം 2006. ഇപ്പോൾ ഇന്ത്യയിൽ 270 പ്രത്യേക സാമ്പത്തിക മേഖലകളാണ് ഉള്ളത്. 40ാമത്തെ ചോദ്യം നോക്കാം. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ശരിയല്ലാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ജോഡിയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ എ 1935 RBI, ഓപ്ഷൻ ബി 1982 നബാർഡ്, ഓപ്ഷൻ സി 1985 RRB, ഓപ്ഷൻ ഡി 1955 SBI. ഓപ്ഷൻ എ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1935-ലാണ്. അത് ശരിയാണ്. ഓപ്ഷൻ ബി 1982 നബാർഡ്, അതും ശരിയാണ്. നബാർഡ് രൂപം കൊണ്ടത് 1982-ൽ തന്നെയാണ്. ഓപ്ഷൻ സി നോക്കാം. RRB, റീജിയണൽ റൂറൽ ബാങ്ക് രൂപം കൊണ്ടത് 1985-ൽ അല്ല, അത് 1975-ലാണ് RRB രൂപം കൊള്ളുന്നത്. ഓപ്ഷൻ ഡി നോക്കാം. 1955 SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് 1955-ൽ തന്നെയാണ്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. അതാണ് നമ്മുടെ ഉത്തരം. 1985 RRB എന്ന് പറയുന്നത് തെറ്റാണ്. 1975-ലാണ് RRB റീജിയണൽ റൂറൽ ബാങ്ക് രൂപം കൊള്ളുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് RRB രൂപം കൊണ്ട വർഷം 1975. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കാണ് പ്രഥമ ബാങ്ക്, മൊറാദാബാദ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കായിട്ടുള്ള പ്രഥമ ബാങ്ക് രൂപം കൊണ്ടത്. പ്രഥമ ബാങ്ക് നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണ്. പ്രഥമ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്കായിട്ടുള്ള പ്രഥമ ബാങ്ക് നിലവിൽ വരുന്നത് 1975 ഒക്ടോബർ 2-ന്. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. റീജിയണൽ റൂറൽ ബാങ്കുകളുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി നരസിംഹം കമ്മിറ്റി. RBI രൂപം കൊള്ളാൻ കാരണമായ കമ്മീഷനാണ് അത് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926-ലെ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇത് തമ്മിൽ മാറിപ്പോകരുത്. RBI രൂപം കൊള്ളാൻ കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. എന്നാൽ റീജിയണൽ റൂറൽ ബാങ്ക് RRBകളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് നരസിംഹം കമ്മിറ്റിയാണ്. ഇവ തമ്മിൽ മാറരുത്, വ്യക്തമായി പഠിക്കുക. 40 ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതുവഴി കഴിഞ്ഞ ക്ലാസ് കൂടെ കാണാൻ ശ്രമിക്കുക. വരുന്ന ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് നേടാം.